മസ്താനിനെ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് പുറത്താക്കി. എല്ലാവരുമല്ല, വൈൽഡ് കാർഡുകളല്ല, മറ്റു മത്സരാർത്ഥികളെല്ലാവരും കൂടെ ചേർന്ന് ഒരു പണി അങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ചെയ്യുന്നത് വൈൽഡ് കാർഡാണ്. അവർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. മോർണിംഗ് ടാസ്ക് ഇങ്ങനെയാണ്. ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ അവിടെ മറ്റു മത്സരാർത്ഥികളെ റാങ്ക് ചെയ്യുക എന്നതാണ് ടാസ്ക്. അപ്പോൾ അങ്ങനെ റാങ്ക് ചെയ്തിരിക്കുന്നത് മറ്റു മത്സരാർത്ഥികൾ ഗസ് ചെയ്ത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ വൈൽഡ് കാർഡുകൾ ഈ ഒരു മത്സരത്തിൽ തോറ്റു. നേരെ മറിച്ച് മത്സരാർത്ഥികൾ ഗസ് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ വൈൽഡ് കാർഡുകൾ വിജയിച്ചു. അപ്പോൾ മത്സരാർത്ഥികൾക്ക് ഒരു 3 ഓപ്ഷൻ ബിഗ് ബോസ് കൊടുക്കും. അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി. അതായത് ബിഗ് ബോസ് ആദ്യം വൈൽഡ് കാർഡുകൾ റാങ്ക് ചെയ്യാൻ പറഞ്ഞ ടോപ്പിക്ക് ഉൾപ്പെടെ അങ്ങനെ ഒരു 3 ഓപ്ഷൻ കൊടുക്കും. അതിൽ കറക്റ്റായിട്ടുള്ളത് ശരിയായിട്ടുള്ളത് പറയുകയാണെങ്കിലാണ് മത്സരാർത്ഥികൾ വിജയിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ടാസ്കിൽ വൈൽഡ് കാർഡുകൾക്ക് കിട്ടിയത് ബുദ്ധിശാലികളാണ്. അങ്ങനെ അവർ റാങ്കിങ് ചെയ്തിരിക്കുന്ന ആ ഒരു ലിസ്റ്റ് മത്സരാർത്ഥികളുടെ അടുത്ത് പറയുന്നു. ബിഗ് ബോസ് അത് കഴിഞ്ഞ് 3 ഓപ്ഷൻ കൊടുക്കുന്നു. മത്സരാർത്ഥികൾ കൃത്യമായിട്ട് തന്നെ ഗസ് ചെയ്യുന്നു. അങ്ങനെ ഗസ് ചെയ്തത് കൊണ്ട് തന്നെ മത്സരാർത്ഥികൾ ഇതിൽ വിജയിക്കുകയും വൈൽഡ് കാർഡുകൾ തോക്കുകയും ചെയ്തു. അങ്ങനെ വൈൽഡ് കാർഡുകൾ തോറ്റത് കൊണ്ട് അവരിൽ 5 പേരിൽ ഒരാൾക്ക് പണിപ്പുരയിൽ കയറാൻ കഴിയില്ല. അങ്ങനെ പണിപ്പുരയിൽ നിന്ന് പുറത്താക്കാൻ മത്സരാർത്ഥികൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മസ്താനിനെയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ മസ്താനി എന്ന് പറയുന്നു. അതുകൊണ്ട് മസ്താനിക്ക് ഇന്നത്തെ പണിപ്പുര പ്രവേശനത്തിൽ മസ്താനിക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇതാ മസ്താനിയുടെ പേര് മെയിനായിട്ടും പറഞ്ഞ ആര്യനും അക്ബറിനും എതിരെ ഇപ്പോൾ മസ്താനി ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.